ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗുഡ്സൺ കട്ടപ്പന. പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഒരു കാറ് റോഡിൽ തിരിക്കുമ്പോഴുണ്ടായ ഒരു ആക്സിഡൻ്റ് ആണ്. ചെറിയ ആക്സിഡൻ്റ് അല്ല, വലിയൊരു ആക്സിഡൻറ്റ് തന്നെ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് വാഹനം നന്നായിട്ട് ഓടിക്കുന്ന പല ആൾക്കാരുമാണ് റോഡിൽ ഇത്തരത്തിലുള്ള ആക്സിഡൻറ്റുകൾ വരുത്തി വെക്കാറുള്ളത്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് ഇതിൽ 2 പേരും കുറ്റക്കാരാണ്. ഞാൻ ആ വീഡിയോ നിങ്ങളിപ്പോൾ ഒന്ന് കാണിക്കാം. അതിനുശേഷം ഒരു റോഡിൽ എങ്ങനെ ശരിയായ രീതിയിൽ കാർ തിരിക്കാം എന്ന് നിങ്ങളെ ഞാൻ കൃത്യമായിട്ട് വണ്ടി ഓടിച്ച് കാണിച്ചു തരാം. അത് വാഹനം പഠിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഗുണം ചെയ്യും. ഓക്കെ, ഞാൻ നിങ്ങളെ ആ ഒരു വിഷ്വല് കാണിക്കാം. നിങ്ങൾ ശ്രദ്ധിച്ചൊന്ന് കാണുക. ഞാനിത് പ്ലേ ചെയ്യുന്നു. ഇപ്പോൾ ഈ ഒരു വിഷ്വല് കാണുന്നത് ഒരു നിരപ്പായിട്ടുള്ള റോഡാണ്, വീതി കുറഞ്ഞ റോഡാണ്. അത്യാവശ്യം വേഗത്തിലാണ് റോഡിൽ വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ചെറിയൊരു ടൗൺ പോലെ ചെറിയൊരു സിറ്റിയാണ് നിങ്ങൾ കാണാനായിട്ട് കഴിയുന്നത്. ഇപ്പോൾ തന്നെ ഇവിടെ നിങ്ങൾ നോക്കുക, ഒരു റെഡ് കളർ വണ്ടി റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് വന്ന് നിൽക്കുന്നു. ഓക്കെ, ഞാൻ അവിടെ ഒന്ന് പോസ് ചെയ്യാണ്. ലെഫ്റ്റ് സൈഡിലേക്ക് വന്ന് നിൽക്കുന്നു. ഓക്കെ, ഇപ്പോൾ ആ വണ്ടി പതിയെ റൈറ്റ് സൈഡിലേക്ക് തിരിയുന്ന സമയത്ത് പുറകിൽ നിന്ന് വരുന്ന ബൈക്കും കൂടെ വന്ന് ഇടിക്കുന്നു. ഓക്കെ, ആ കാറ് തിരിഞ്ഞു, ബൈക്കും കൂടെ വന്ന് തിരിഞ്ഞു. അപ്പം നമുക്ക് ഈ വിഷ്വൽ ഒന്നും കൂടെ റിവൈൻഡ് ചെയ്യാം. അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഇതിൽ 2 പേരും തെറ്റുകാരാണ്. നിങ്ങൾ നോക്കിക്കേ, ഈ ഒരു വണ്ടി റൈറ്റ് സൈഡിലേക്ക് തിരിയുന്നു, പുറകിൽ നിന്ന് വണ്ടി വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തിയാണ് ആൾ തിരിയുന്നത്. പക്ഷേങ്കിൽ ആ ഒരു സമയത്ത് ബൈക്കും കൂടെ വരുന്നുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഇത്തരത്തിലുള്ള റോഡിൽ വണ്ടി തിരിക്കുന്ന സമയത്ത് ഈ ഒരു കാറുകാരന് സംഭവിച്ച ഒരു മിസ്റ്റേക്ക് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം നിങ്ങളുമായിട്ട് പങ്കുവെക്കാം. ആൾ പ്രോപ്പറായിട്ട് റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് വന്ന് വണ്ടിയായിട്ട് നിൽക്കുന്നുണ്ട്. പുറകിൽ നിന്ന് വണ്ടികൾ വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഒരുപാട് നേരം ഒന്നും വെയിറ്റ് ചെയ്യുന്നില്ല. വണ്ടിയുടെ ആ റണ്ണിങ് നിലനിർത്തി തന്നെ വണ്ടി റൈറ്റ് സൈഡിലേക്ക് തിരിയാണ്. ഇങ്ങനെ തിരിയുന്ന സമയത്ത് വണ്ടിയുടെ വേഗത ആദ്യം കുറവാണ്. അതിനുശേഷം ഇതേ വണ്ടി പതുക്കെ മുന്നോട്ട് കുറച്ചും കൂടെ സ്പീഡിൽ പോവാണ്. കാരണം പുറകിൽ നിന്ന് വരുന്ന ഒരു വണ്ടിയെ അതിനുശേഷമാണ് ആൾ കാണുന്നത്. അപ്പോൾ 2 പേർക്ക് മിസ്റ്റേക്ക് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളൊരു വണ്ടി റോഡിൽ തിരിക്കുന്ന സമയത്ത് റൈറ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇടുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു കാര്യം. അത് അദ്ദേഹം പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് വിഷ്വലിൽ കാണാനായിട്ട് കഴിയുന്നില്ല. അപ്പോൾ ഇൻഡിക്കേറ്റർ കൊണ്ട് നമുക്ക് അപകടം ഒഴിവാക്കാനായിട്ട് കഴിയത്തില്ല. പക്ഷേങ്കിൽ റൈറ്റ് സൈഡിലേക്ക് തിരിയുന്ന സമയത്ത് റൈറ്റ് സൈഡിലെ മിറർ കൃത്യമായിട്ട് നോക്കുക. ഒരു പക്ഷേങ്കിൽ ആൾ മിറർ നോക്കിയിട്ടുണ്ടാവും. പക്ഷേങ്കിൽ ചില സ്ഥലങ്ങളിൽ ബ്ലൈൻഡ് സ്പോട്ടുകളുണ്ട്. നമ്മളിങ്ങനെ മിറർ നോക്കിയെന്ന് കരുതി പുറകിൽ നിന്ന് വരുന്ന എല്ലാ വണ്ടികളെയും നമുക്ക് ക്ലിയർ ആയിട്ട് കാണാനായിട്ട് കഴിയത്തില്ല. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മളൊരു റോഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിൽ പാർക്ക് ചെയ്തൊരു വണ്ടി റൈറ്റ് സൈഡിലേക്ക് നമുക്ക് തിരിഞ്ഞ് കയറേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് മിറർ നോക്കുന്നതിനോടൊപ്പം ഇങ്ങനെ തിരിഞ്ഞു നോക്കി പുറകിൽ നിന്ന് വണ്ടി വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ നമ്മൾ റൈറ്റിലേക്ക് തിരിഞ്ഞ് കയറാവുള്ളൂ. ഇനി ആ ബൈക്കുകാരൻ്റെ മിസ്റ്റേക്ക് എന്താണെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ നോക്കുക, ഇപ്പോൾ ഈ വണ്ടി ഇവിടെ റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിൽക്കുകയാണ്. ഇപ്പോൾ റൈറ്റ് സൈഡിലേക്ക് തിരിയുന്നു. പുറകിൽ നിന്ന് വരുന്ന ബൈക്ക് മറ്റു വണ്ടികളെ അപേക്ഷിച്ച് ആ വണ്ടിക്ക് സ്പീഡുണ്ട്. ഇതിനു മുന്നേ നിങ്ങൾ വിഷ്വലിൽ ഒന്ന് കണ്ടു നോക്കുക. വിഷ്വലിൻ്റെ ആദ്യ ഭാഗമാണ് കാണിക്കുന്നത്. ഈ റോഡിൽ ഇപ്പോൾ വണ്ടികൾ പോകുന്നുണ്ട്. ഇപ്പോൾ പോകുന്ന വണ്ടിക്ക് ഒരു ആവറേജ് സ്പീഡുണ്ട്. നിങ്ങൾ നോക്കുക, കണ്ടോ, ഓരോ വണ്ടികൾ പോകുന്നതിന് ഒരു ആവറേജ് സ്പീഡുണ്ട്. എന്നാൽ ഈ ബൈക്കിൻ്റെ സ്പീഡ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക. ഓക്കെ, ഈ വണ്ടി പോകുന്നു. ഇപ്പം ആ ഒരു കാർ ഇവിടെ വന്ന് നിൽക്കുന്നു. ഒരു ബൈക്ക്, 2 ബൈക്കുകൾ കയറി പോകുന്നു. വണ്ടി തിരിയുന്നു. അപ്പോൾ ബൈക്കിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് നിങ്ങൾ നോക്കുക. ഇനി പുറകിൽ നിന്ന് വരുന്ന ബൈക്ക് കണ്ടോ, വളരെ സ്പീഡിൽ വന്നിട്ടാണ് ഓവർടേക്ക് ചെയ്യുന്നത്. കണ്ടോ, അപ്പം ഈ 2 മിസ്റ്റേക്കുകൾ ഒരുമിച്ച് സംഭവിച്ചപ്പോൾ എന്ത് ചെയ്തു, ഇവിടെ അപകടം ഉണ്ടായി. അപ്പോൾ കാർ തിരിക്കുന്ന സമയത്ത് ആൾ ശ്രദ്ധിച്ചില്ല. ഓവർടേക്ക് ചെയ്യുന്ന ബൈക്കുകാരനും അശ്രദ്ധമായിട്ട് ചെയ്തു. കാരണം ആ ബൈക്കുകാരന് കുറച്ചും കൂടെ സ്പീഡ് കുറച്ച് വരികയായിരുന്നെങ്കിൽ ഈ ഒരു വണ്ടി അങ്ങോട്ട് തിരിഞ്ഞു. എന്തായാലും ആ ഒരു സമയത്ത് ഈ ബൈക്കിനെ നമുക്ക് കുറച്ച് സ്പീഡ് കുറവാണെങ്കിൽ നമ്മൾ ഒന്ന് ബ്രേക്ക് ചെയ്താൽ പോലും നമുക്ക് ഒരു പരിധിവരെ വണ്ടിയെ 2 വീലർ ആണെങ്കിൽ പോലും നമുക്ക് വണ്ടിയെ സ്ലോ ചെയ്യാനായിട്ട് കഴിയും. ഇത് വന്ന് ഇടിക്കാൻ ശ്രമിച്ചാലും ഇത്തരത്തിലുള്ള ഒരു ഇടി ഒരിക്കലും ഉണ്ടാകത്തില്ല. അപ്പം 2 പേരും ഈ ഒരു ആക്സിഡൻറ്റിൽ കാരണക്കാരാണ്. ഇനി നമുക്ക് എങ്ങനെ റോഡിൽ കാർ തിരിക്കാമെന്നുള്ളത് ഒന്ന് കണ്ടു നോക്കാം. ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചു തരുന്നത് ഇവിടെ ഒരു സ്ട്രെയിറ്റ് റോഡാണ്. ഇവിടെ നമ്മൾ വണ്ടി തിരിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ തിരിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് പറയുന്നത്. അതിൽ ആദ്യത്തെ ഒരു പോയിന്റ് പറയാം. നമ്മളൊരു വണ്ടി തിരിക്കാനായിട്ട് ഉദ്ദേശിക്കുമ്പോൾ തന്നെ അപകടം ഒഴിവാക്കാനായിട്ട് പരമാവധി ലെഫ്റ്റ് സൈഡിലേക്ക് വണ്ടി ചേർക്കുക. ഇപ്പം ഞാനിത് ഇവിടെ ലെഫ്റ്റ് സൈഡിലേക്ക് ചേർക്കുകയാണ്. അതിനൊപ്പം തന്നെ നമുക്ക് തിരിഞ്ഞു പോകാനായിട്ടുള്ളൊരു സ്പേസും കൂടെ വേണമല്ലോ. അപ്പം ഞാനിത് മാക്സിമം ലെഫ്റ്റ് സൈഡ് ചേർന്ന് വരുന്നു. ആദ്യം തന്നെ ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇടുക. ഓക്കെ, ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇടുന്നു. മാക്സിമം നമ്മുടെ വണ്ടി റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് ചേർത്ത് ഒതുക്കുകയാണ്. ഓക്കെ,
കൃത്യമായിട്ട് ഞാനിത് ചേർത്ത് ഒതുക്കുന്നു. ഇപ്പോൾ റോഡിന് പൂർണ്ണമായിട്ട് വെളിയിലാണ് നമ്മുടെ വണ്ടി നിൽക്കുന്നത്. ഇപ്പം നിങ്ങൾക്കത് ക്ലിയർ ആയിട്ട് നോക്കിയാലായിട്ട് കാണാനായിട്ട് കഴിയും. ഇനി നമ്മൾ ഇത്തരത്തിലൊക്കെ വരുന്ന അവസരങ്ങളിൽ നമ്മുടെ വണ്ടി ഇപ്പം ആ ഒരു ഭാഗത്ത് കാണുന്ന ഒരു സ്പേസിലേക്ക് കയറ്റണം, അല്ലെങ്കിൽ നമുക്ക് തിരിഞ്ഞു പോകണം. തിരിഞ്ഞു പോകുന്ന അവസരങ്ങളിൽ റൈറ്റ് സൈഡിലെയും സെൻറ്റർ മിററും മാത്രം നോക്കിക്കൊണ്ട് ഒരു വണ്ടിയെ തിരിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നമ്മൾ ഈ മിറർ മാത്രം നോക്കിയാണ് തിരിക്കുന്നതെങ്കിൽ ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റാത്ത ഭാഗങ്ങൾ, പുറകിൽ നിന്ന് വരുന്ന വണ്ടികൾ, അതായത് ബ്ലൈൻഡ് സ്പോട്ട് എന്നൊക്കെ പറയും, അങ്ങനെ കാണാൻ പറ്റാത്ത ചില കാര്യങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് ഡ്രൈവിങ്ങിൽ ഉണ്ട്. ആദ്യം നിങ്ങൾ റൈറ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇട്ട് കൊടുക്കുക. കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുത്ത് നമ്മൾ വണ്ടി എടുക്കാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുക. ഇനി പല ആൾക്കാർക്കും വണ്ടി നന്നായിട്ട് ഓടിക്കുന്ന പല ആൾക്കാർക്കുള്ളൊരു പ്രശ്നമാണ് ക്ഷമയില്ല. പെട്ടെന്ന് വണ്ടി എടുത്ത് പോകണം, കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യാനായിട്ടുള്ള ക്ഷമ കാണിക്കത്തില്ല. ചെറിയൊരു സ്പേസ് കിട്ടുമ്പോൾ വണ്ടി തിരിഞ്ഞു പോകാനായിട്ടുള്ള ഒരു ശ്രമം നടത്തും. അപ്പോൾ അത് നിങ്ങൾ ആദ്യം ഒന്ന് ഒഴിവാക്കുക. അതിനുശേഷം നമ്മൾ റൈറ്റ് സൈഡിലെ മിററിൽ നിന്ന് പുറകിൽ നിന്ന് വണ്ടി വരുന്നുണ്ടോ എന്ന് ഞാൻ ജസ്റ്റ് നോക്കുകയാണ്. ഇപ്പോൾ ഇതേ ഒരു വണ്ടി വരുന്നു. അതിനുശേഷം ഞാനിത് വീണ്ടും ഇങ്ങനെ തിരിഞ്ഞു നോക്കുകയാണ്. തിരിഞ്ഞു നോക്കി വണ്ടി ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഞാനിത് ഫ്രണ്ടും നോക്കിയിട്ട് ഇങ്ങനെ റൈറ്റ് സൈഡിലേക്ക് തിരിയുകയാണ്. നിങ്ങൾ നോക്കുക, കണ്ടോ? ഫസ്റ്റ് ഗിയർ കൊടുത്ത് നമ്മൾ മെല്ലെ വണ്ടിയെ ഇങ്ങനെ എടുക്കുന്നു. ഇങ്ങനെയൊക്കെ എടുത്ത് നമ്മൾ തിരിച്ച് ടേൺ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഇങ്ങനെ എടുത്ത് നമ്മൾ റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിൽ വന്നതിന് ശേഷം പുറകിൽ നിന്ന് വണ്ടികൾ ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമേ വീണ്ടും നമ്മൾ പോകാവുള്ളൂ. പല ആൾക്കാരും എന്ത് ചെയ്യും, തിരിഞ്ഞ് വന്ന് ടേൺ അങ്ങ് എടുത്തു പോകും. ഇനി വാഹനം പഠിക്കുന്നവർക്ക് എങ്ങനെയാണ് ഒരു ടേൺ ഇത്തരത്തിൽ തിരിക്കേണ്ടതെന്ന് പല ആൾക്കാർക്കും ധാരണയില്ല. അവർക്ക് എങ്ങനെ ക്ലച്ച് ശരിയായ രീതിയിൽ കൺട്രോൾ ചെയ്യണം, ബ്രേക്കും ആക്സിലറേറ്ററും ഒപ്പം സ്റ്റിയറിങ്ങും എങ്ങനെ കൺട്രോൾ ചെയ്യണമെന്ന് ഒന്ന് കാണിച്ചു തരാം. നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക. ഓക്കെ, ഇപ്പം ഞാനിതേ വണ്ടി സ്റ്റാർട്ടിങ്ങിലാണ്. ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുന്നു. ഓക്കെ, നമുക്ക് മുന്നിലായിട്ട് ആ ഒരു ഭാഗത്ത് യു ടേൺ എടുക്കാനായിട്ടുള്ള ഒരു സ്പേസ് ഉണ്ട്. നമുക്ക് അവിടെ വണ്ടി ഒന്ന് തിരിച്ചു നോക്കാം. ഞാൻ ഇവിടുന്ന് വണ്ടി റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് ബാക്ക് സൈഡ് നോക്കി ഇങ്ങനെ തിരിഞ്ഞ് വണ്ടി എടുക്കുന്നു. അതിനുശേഷം നമുക്കിവിടെ തിരിക്കാനായിട്ടുള്ള ഒരു സ്പേസ് നോക്കുകയാണ്. ഇവിടെ നല്ല രീതിയിലുള്ള ഒരു സ്പേസ് ഉണ്ട്. അതുകൊണ്ട് നമ്മുടെ വണ്ടി മാക്സിമം ലെഫ്റ്റ് സൈഡിലേക്ക് നമ്മൾ വരുന്നു. ഓക്കെ, ലെഫ്റ്റ് സൈഡിലേക്ക് വരുന്നു. ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക. ഫസ്റ്റ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. ഇനി നിങ്ങൾ വണ്ടി തിരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, വണ്ടി ഓഫ് ആകാതെ എടുക്കാനായിട്ട് നിങ്ങൾ ആദ്യം തന്നെ ബ്രേക്കിൽ കാല് വെച്ചിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വന്ന് ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുക. ഹാഫ് ക്ലച്ചിൻ്റെ പ്രോപ്പർ പോയിന്റിൽ വന്ന് റെഡി ആയിട്ട് നിൽക്കുക. എന്നിട്ട് ബ്രേക്കിൽ നിന്ന് പതുക്കെ കാലെടുത്തിട്ട് ആക്സിലറേറ്റർ പെഡലിൽ വെക്കുക. ഇപ്പോൾ ഞാൻ റെഡി ആയിട്ടാണ് നിൽക്കുന്നത്. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത്, കൃത്യമായിട്ട് ബാക്ക് സൈഡിൽ നിന്ന് വണ്ടി വരുന്നുണ്ടോ എന്ന് റൈറ്റ് സൈഡിലെ മിററിലൂടെ നോക്കുന്നു. ഓക്കെ, ഇപ്പോൾ വണ്ടി വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുന്നു. അതിനുശേഷം നമ്മൾ തിരിഞ്ഞ് ജസ്റ്റ് ഇതുപോലെ ഒന്നും കൂടെ നോക്കുന്നു. ഇങ്ങനെ നോക്കി നമ്മൾ കൃത്യമായിട്ട് ഉറപ്പ് വരുത്തിയതിന് ശേഷം സ്റ്റിയറിംഗ് റൈറ്റ് സൈഡിലേക്ക് നമ്മൾ പൂർണ്ണമായിട്ട് ഒടിച്ചു പിടിക്കുക. എന്നിട്ട് വീണ്ടും റൈറ്റ് സൈഡിലെ മിറർ നോക്കുന്നു, ബാക്ക് സൈഡ് നോക്കുന്നു. എന്നിട്ട് നമ്മൾ ക്ലച്ചെന്ന് പതുക്കെ അയക്കുന്ന സെയിം ടൈമിൽ ലൈറ്റായിട്ട് ആക്സിലറേഷൻ കൊടുത്ത് റൈറ്റ് മിററും ബാക്കും കൂടെ നോക്കിയിട്ട് ഇങ്ങനെ തിരിയുന്നു. കണ്ടോ? ഇങ്ങനെ തിരിഞ്ഞ് വണ്ടി ഇങ്ങനെ തിരിഞ്ഞ് പൂർണ്ണമായിട്ടും നമ്മുടെ റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലായാൽ ഉടൻ തന്നെ നമ്മൾ സ്റ്റിയറിംഗ് വേഗത്തിൽ നേരെയാക്കി കൊടുക്കുക. എന്നിട്ട് വണ്ടിയെ നമ്മൾ വീണ്ടും ചവിട്ടി നിർത്തുക. ചവിട്ടി നിർത്തിയതിന് ശേഷം വീണ്ടും നിങ്ങൾ നോക്കേണ്ടത് ബാക്ക് സൈഡാണ്. ബാക്ക് സൈഡ് ക്ലിയർ ആയിട്ട് നോക്കുന്നു. റൈറ്റ് ഇൻഡിക്കേറ്റർ കൊടുത്തിട്ട് വീണ്ടും നമ്മൾ പതിയെ വണ്ടിയെ ബാക്ക് സൈഡ് ക്ലിയർ ആക്കി നോക്കിയിട്ട് വണ്ടിയെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു ഡ്രൈവിംഗ് പഠിക്കുന്ന ഒരാൾ വണ്ടി എടുക്കുന്ന സമയത്ത്, യു ടേൺ എടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇനി വാഹനം പഠിക്കുന്നവർ ഈ ഒരു കാര്യം കൃത്യതയോടെ ശ്രദ്ധിക്കുക. വാഹനം ഓടിക്കുമ്പോൾ നമുക്ക് അപകടങ്ങൾ ഒഴിവാക്കാം. അതിനുള്ള കാര്യങ്ങൾ നമ്മളും കൂടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഏറ്റവും ഉചിതമായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ തീർച്ചയായിട്ടും വാഹനം പഠിക്കുന്ന തുടക്കക്കാർക്ക് ഗുണമായെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. ഈ ഒരു വീഡിയോ നമ്മൾ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും കൂടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയുമായിട്ട് അടുത്തൊരു ദിവസം കാണാം. ഓക്കെ, ബൈ.